100 കുട്ടികളിൽ 34 പേരും തോറ്റു എന്ന് പറഞ്ഞാൽ ആ എക്സാം എത്രത്തോളം ടഫായിരിക്കണം. അത് മറ്റൊരു എക്സാം അല്ല, നിങ്ങളെല്ലാവരും ഈസി ആയി കാണുന്ന, നിങ്ങളെല്ലാവരും വളരെ എളുപ്പത്തിൽ പാസ്സാവുമെന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസിലാണ് ഈ സംഭവിച്ചത്. ഈ വർഷത്തെ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വിജയ ശതമാനം, അല്ലെങ്കിൽ നമ്മളുടെ വിജയ ശതമാനം നിങ്ങൾക്കൊന്നും അറിയോ? അതായത് 66% നമ്മുടെ വിജയ ശതമാനം. എന്താണ് ഈ 66% എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ 34 പേര് തോൽക്കുന്നതാണ്. അത്രത്തോളം കടുകട്ടിയ എക്സാം എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നുണ്ടെന്നില്ല. ബാക്കി എല്ലാത്തിലും ഒരു 80% 20 കുട്ടികളൊക്കെ ചിലപ്പോൾ തോൽക്കുന്നുണ്ടാവുള്ളൂ. ഞാനീ പറയുന്ന റാങ്ക് ലിസ്റ്റോ A+ന്റെ കണക്കുകളോ ഒന്നുമല്ല, നിങ്ങളുടെ വിജയ സാധ്യതകളാണ് പറയുന്നത്. ഇനി പറ, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, സയൻസ് ആണോ ടഫ്? സയൻസ് ആണ് ഏറ്റവും കൂടുതൽ ടഫ് എങ്കിൽ ഒരു പക്ഷേ അവിടെയല്ലേ വിജയ ശതമാനം കുറയേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാനൊന്ന് അഡ്രസ്സ് ചെയ്ത് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹ്യൂമാനിറ്റീസ് അധികം പഠിക്കാനില്ല, ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾ അങ്ങനെ കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി രാത്രി എങ്ങാനും നിങ്ങൾ ചിലപ്പോൾ ബോയ്സൊക്കെ, എനിക്കൊക്കെ അനുഭവം ഉള്ളതാണ്, ബോയ്സൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രാത്രി ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഒരു 6 മണി 7 മണിക്ക് ശേഷമൊക്കെ വീട്ടിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കയറി പോകുമ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ലേ, ജില്ലാ കളക്ടർ ഒന്നല്ലല്ലോ, അങ്ങനത്തെ വർത്താനൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ നിങ്ങളുടെ പ്രശ്നം. അതായത് സയൻസിന്റെ കുട്ടികളും കൊമേഴ്സിന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ മാത്രം, അത് ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾ മാത്രം ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റിലേക്ക് പഠിക്കാൻ, വായിക്കാൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി എന്ന് വിചാരിക്കും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ പ്രധാനമായിട്ട് തുടക്കം മുതൽ പഠിക്കില്ല എന്നുള്ള, തുടക്കം മുതൽ പഠിക്കില്ല. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നോട്ട് വളരെ അപൂർവമായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നോട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ സയൻസിന്റെ കുട്ടികളുടെ കയ്യിലൊക്കെ നോട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ സയൻസ് പഠിച്ചാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കൊക്കെ എന്തായാലും ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലൊക്കെ സ്വാഭാവികമായിട്ട് കൃത്യമായ നോട്ട് ഉണ്ടായിരിക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസിപ്ലിൻ ആയിരിക്കും. പക്ഷെ ഹ്യൂമാനിറ്റീസ് പിള്ളേരുടെ ഇതെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് പ്രിന്റഡ് നോട്ട് കിട്ടും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് എവിടെയെങ്കിലൊക്കെ PDF കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റീസ് പിള്ളേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാനത്തേക്ക് പഠിച്ചിട്ട് പാസ്സാവാന്നുള്ള ഉദ്ദേശം ആണെങ്കിൽ മക്കളെ, നിങ്ങൾക്കത് തെറ്റി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിൽ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, വിഡ്ഢികളുടെ കൂട്ടത്തിലാണ്. ആരെങ്കിലും ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാം, അല്ലെങ്കിൽ വിജയിച്ച് വരാമെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയണം. അങ്ങനെ അവസാനത്തേക്ക് പഠിച്ചിട്ട് ഞങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. തുടക്കം മുതൽ തന്നെ വളരെ സ്മൂത്തായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. മക്കളെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൂപ്പർ ബാച്ച്. അപ്പൊ നിങ്ങൾ ഇതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. എങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്ക് ഈ 66% എന്നുള്ളത് 100ലേക്ക് എത്തിക്കണ്ടേ. പോട്ടെ, ചിലപ്പോൾ ചിലർ എക്സാം എഴുതാത്തതും ചിലർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പോട്ടെ, ഒരു 90% എത്തിച്ചൂടെ നമ്മുടെ വിജയ ശതമാനം. ഒരു 100 ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ 10 ആളുകൾ മാത്രം എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ 1-2 വിഷയത്തിൽ ഫെയിലായി പോകും. അതും പാടില്ല. എന്നാലും നമുക്ക് അതന്നെ കൊടുക്കാം. 90% നമ്മളൊക്കെ എത്തിച്ചുവിടാ. ഒന്ന് ആലോചിച്ചൂടാ, ഇപ്രാവശ്യം വിജയ ശതമാനം കൂടിയപ്പോൾ സയൻസിൽ കൂടി, കൊമേഴ്സിൽ കൂടി നമ്മുടെ വിജയ ശതമാനം ഇതിപ്പോ 2026 വിജയമാണെങ്കിൽ അത് 2025 നിങ്ങൾക്കറിയുമോ മക്കളെ, അത് 69% ഉണ്ടായിരുന്നു. 69% ഉണ്ടായി. അതാണ് വീണ്ടും കുറഞ്ഞിട്ട് എവിടേക്ക് എത്തിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 66ലേക്ക് എത്തിയത് 3% ചുരുങ്ങി എന്ന് പറഞ്ഞാൽ. എല്ലാവരും വിജയിച്ച് പോകുമ്പോൾ, എല്ലാവരും നന്നായി പഠിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ കുട്ടികൾ മാത്രം ചെയ്യുന്നില്ല. മക്കളെ, നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം, കൃത്യമായ മെന്റർഷിപ്പോടുകൂടി, കൃത്യമായ റെക്കോർഡഡ് ക്ലാസ്സോടുകൂടി, കൃത്യമായ ഡൗട്ട് ക്ലിയറൻസോടുകൂടി, കൃത്യമായ ലൈവ് സെഷനോടുകൂടി, ഏറ്റവും കിടിലനായിട്ടുള്ള മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി അടങ്ങുന്ന എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മുടെ ബാച്ച്, സൂപ്പർ ബാച്ച്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം മതി, നിങ്ങളുടെ പൈസയോ മറ്റുള്ള കാര്യങ്ങളല്ല, അതൊക്കെ മറുപുറം. പക്ഷെ ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. ഹ്യൂമാനിറ്റീസ് ആണെന്ന് തള്ളിക്കളയാതെ, ഹ്യൂമാനിറ്റീസ് ആണ് എളുപ്പം പഠിക്കാൻ എന്നല്ലാതെ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് ഹ്യൂമാനിറ്റീസ് പഠിക്കാനുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ഞങ്ങൾക്ക് ഉന്നതങ്ങളിൽ എത്താൻ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട്, ലോകത്തിലെ തന്നെ പോട്ടെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്സാമുകളുടെ മാതാവായ സിവിൽ സർവീസ്, IAS, IPS, IFS, ഇതൊക്കെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് പിള്ളേർ എഴുതി കയറുന്നുണ്ടടാ. നമ്മളെപ്പോലത്തെ കുട്ടികളാണ്, നിങ്ങളെപ്പോലത്തെ കുട്ടികളാണ്. ഒറ്റ കാര്യം മാത്രമല്ല, അവർക്ക് നിശ്ചയദാർഢ്യം, മനക്കരുത്തിൻ്റെ പുറത്താണ്. നിങ്ങൾ ഇതിനെ ഈസി ആക്കാതെ, സിമ്പിൾ ആക്കാതെ, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് എന്ന് എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. വിജയ ശതമാനം നമ്മൾ ഈ പ്രാവശ്യമെങ്കിലും അത് കൂട്ടിയിരിക്കും. അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങൾ റെഡിയാണെങ്കിൽ. താങ്ക് യു.